പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൾപ്ചറിൻ്റെ കോമ്പറ്റീഷന് പോവുക. കോളേജ് തരത്തിലുള്ള കോമ്പറ്റീഷനാണ്, യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ അതിൽ ജഡ്ജായിട്ട് വരുന്നത് കാനായി കുഞ്ഞിരാമനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ ആ സമയത്തൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൾപ്ചർ പല സ്ഥലത്തും കേരളത്തിൻ്റെ പല പല ഭാഗത്ത് സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു മോഡലാണിത്. ഈ സ്കൾപ്ചർ നിങ്ങൾ കണ്ടു നോക്കൂ, കാനായി കുഞ്ഞിരാമൻ്റെ സ്കൾപ്ചർ. അറിയട്ടോ? അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇതിന് പേരിട്ടേക്കുന്നത് ഇൻഫിനിറ്റി എന്നുള്ളതാണ്. ഇൻഫിനിറ്റി ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണോ അതോ ഇൻഫിനിറ്റി ഇതാണെന്നാണോ എനിക്കത് അറിയില്ല. കാര്യം സ്കൾപ്ചർ പണ്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ്. ഏതെങ്കിലും ഒരു തീം നമുക്ക് തരും. തീം തന്നതിന് ശേഷം നമ്മളൊക്കെ ചിലപ്പോൾ കറക്റ്റ് രൂപമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു മേ ബി എ ബ്യൂട്ടി ഓഫ് വുമൺ എന്നൊക്കെ പറഞ്ഞായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ എ മാൻ, അങ്ങനെ, അല്ലെങ്കിൽ നേച്ചർ എന്നൊക്കെ പറഞ്ഞായിരിക്കും തരുന്നത്. പക്ഷേ എന്നും സ്കൾപ്ചറിന് വിചിത്രമായ രൂപങ്ങൾക്കാണ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അതിശയപ്പെട്ടിട്ടുണ്ട്, എന്ത് ചെയ്തു വെച്ചാലും അത് സ്കൾപ്ചർ ആവുമോ എന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പം ഇത് കാനായി കുഞ്ഞിരാമൻ്റെ ഒരു സൃഷ്ടിയാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിനെ ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അത് എന്താണെന്നുള്ള അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എനിക്കെന്തായാലും മനസ്സിലായിട്ടില്ല. എടാ മാമി, ഇത് എന്തായിട്ടാണ് നിനക്ക് തോന്നുന്നത്? ആനയുടെ ഏത് ഭാഗമായിട്ട് തോന്നുന്നത്? ആനയുടെ ബാക്കോ? അപ്പൊ ഇതേത് നാട്ടിലെ ആനയാ? അതിനെ കണ്ണായിട്ടല്ലേ? അപ്പൊ ഇതെന്ത് സാധനോ ഇങ്ങനെ കിടക്കുന്ന? ആന തുമ്പി കയ്യിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നോ? മുടിയോ? ആനയ്ക്ക് മുടിയോ? ആണോ? ഞാൻ കടന്നു വരില്ല.